നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഓണത്തിന് ഒരുപാട് പേർക്ക് പെൻഷൻ കൊടുത്തു, കുറച്ച് പേര് കണ്ണീരിലായി, കുറച്ച് പേര് സങ്കടപ്പെട്ടു. സാങ്കേതിക സർവകലാശാലയിലുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി കിടക്കുന്നു. പലതരത്തിലാണ് ഓണം. ഇനിയിപ്പോൾ ചിലർ തിരുവോണത്തിന് പട്ടിണിയിരിക്കും, മണ്ണുവാരി തിന്നും, പല കാര്യങ്ങൾ കാണുന്നു. എന്തായാലും ഉത്തരവിറങ്ങാത്തത് കൊണ്ട് കായിക അധ്യാപകർക്ക് കണ്ണീരോണമാണ് ഇപ്രാവശ്യം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് ജോലിയും ശമ്പളം നഷ്ടപ്പെട്ട കായിക അധ്യാപകരുടെ സംരക്ഷിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ 300 കുട്ടികളെങ്കിലുള്ള UP സ്കൂളിലും കായിക തസ്തിക സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. കായിക അധ്യാപക സമരത്തെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി 2017 സംഘടനകളുമായിട്ട് ചേർന്നൊരു ഉത്തരവിറക്കി. സമരത്തിൻ്റെ ഭാഗമായി ഉത്തരവിറക്കി. സ്കൂളിൽ 500 കുട്ടികളുണ്ടെങ്കിൽ മാത്രമാണ് സ്പെഷ്യൽ ലിസ്റ്റ് തസ്തിക അനുവദിച്ചിരുന്നത്. ഒരു കുട്ടി കുറഞ്ഞാൽ പോലും തസ്തിക നഷ്ടപ്പെടുമെന്നായിരുന്നു അന്നത്തെ അവസ്ഥ. അത് 300 കുട്ടികളായി. അതില്ലെങ്കിൽ അതേ വിദ്യാലയത്തിലെ തന്നെ LP വിഭാഗം കുട്ടികളെയും കൂട്ടിച്ചേർത്ത് 300 ആക്കി. അങ്ങനെ UP വിഭാഗം അധ്യാപകർക്കും 10ാം ക്ലാസ്സിലെ പീരീഡിലും അതേ വിദ്യാലയത്തിൽ തന്നെ UP വിഭാഗം കുട്ടികളെയും ചേർത്ത് ഹൈസ്കൂൾ വിഭാഗം അധ്യാപകരെയൊക്കെ ചേർത്ത് സംരക്ഷിക്കാമെന്നായിരുന്നു ഉത്തരവ്. അപ്പോൾ ഒരു സ്കൂളിൽ വരുന്ന UP LP എല്ലാം ചേർത്ത് കായിക അധ്യാപകരെ സംരക്ഷിക്കും. കാരണം കളി ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. പക്ഷേ 23 ഈ ഉത്തരവ് റദ്ദ് ചെയ്തതാണ് കായിക അധ്യാപകർക്ക് തിരിച്ചടിയായത്. എന്താണ് ആ ഇതിൽ അധ്യാപകർ സർവീസിൽ നിന്നും പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സർക്കാർ കൊടുക്കും, LDF സർക്കാർ തന്നെ, വേറൊരു LDF സർക്കാർ തന്നെ മാറ്റും. മന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ സർവീസിൽ തിരികെ കയറാമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും ഉത്തരവിറങ്ങാതെ വളരെയധികം ആളുകളാണ് നിരാശയിലുള്ളത്. തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിത ശാസ്ത്രമായി പരിഷ്കരിക്കണമെന്നും ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയിലും കായിക അധ്യാപക തൊഴിലാളികളെയും പ്രവർത്തകർ പ്രശ്നം പരിഹാരം കാണിക്കണമെന്ന് സംയുക്ത കായിക അധ്യാപക സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾ വിട്ടുനിൽക്കുകയാണെന്ന് സംസ്ഥാന ഭാരവാഹികളായ ബിജു ദിവാകരൻ, S ഷിഹാബുദ്ദീൻ, സജാദ് സാഹിർ എന്നിവർ പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഞങ്ങൾ ഈ ജോലിയിൽ ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഓണവും നല്ലോണം, പെരുന്നോണം, ഇരുന്നോണം, നിന്നോണം, ഓടിക്കോണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പാവപ്പെട്ട കായിക അധ്യാപകരുടെ കാര്യം കണ്ണീരോണമാണ്. ഇങ്ങനെയും കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും സ്നേഹവും സംതൃപ്തിയുമൊക്കെ കൊടുക്കുമ്പോഴാണ് മാവേലിയും ഭരണാധികാരികളും രാജാക്കന്മാരും ഒക്കെ നല്ലവരാകുകയും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവർക്കും പായസമൊക്കെ കുടിക്കാൻ അർഹതയുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ജനാധിപത്യത്തിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കായിക അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഓണം കണ്ണീർ പുഴയാണ്. അവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് കൊടുക്കും, അതും രണ്ടും എല്ലാ LDF തന്നെയാണ്. പ്രൊഫസർ രവീന്ദ്രനാഥ് കൊടുക്കും, ശിവൻകുട്ടി കൊടുക്കൂല. പ്രത്യേകിച്ച് ശിവൻകുട്ടി ഒരു തൊഴിലാളി വർഗ നേതാവ് കൂടിയാണ്, തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുഭാഷിതം ചാനൽ കായിക അധ്യാപകരോടൊപ്പം.